ജാസ്മിന് വളരെ നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ്. ഏത് പ്രശ്നത്തിനകത്താണെങ്കിലും തൻ്റെ കയ്യിൽ ന്യായമില്ലെങ്കിൽ പോലും തൻ്റെ ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടും സംസാര ശൈലി കൊണ്ടും ഒരുപക്ഷെ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ. ജാസ്മിൻ പഞ്ചപുച്ഛമടക്കി നിന്നിട്ടുള്ളത് ഒരിടത്ത് മാത്രമാണ്, അത് ലാലേട്ടൻ്റെ മുൻപിലാണ്. അവിടെ മെക്കിട്ട് കയറാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രം സൈലന്റ് ആയി പോയതാ. പക്ഷേ ലാലേട്ടൻ ചോദിച്ച ഇതേപോലെയുള്ള പല ചോദ്യങ്ങളുടെ മുൻപിലും വീട്ടുകാരെ ജാസ്മിൻ എടുത്തിട്ട് അലക്കുന്ന കാഴ്ച ൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജാസ്മിന്റെ നാക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ നാക്ക് ജാസ്മിന് പലപ്പോഴും ഒരു ശാപമായി കൂടി മാറുന്നുണ്ട്. നാക്കിന്റെ പ്രശ്നത്തെക്കാൾ ഉപരിയായിട്ട് ഈ തലമണ്ടയ്ക്കകത്ത് കാര്യമായിട്ട് ആൾതാമസമില്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ജാസ്മിന്റെ വായിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് വരുന്ന അബദ്ധങ്ങൾ. അത്തരമൊരു വാക്കായിരുന്നു കേരളം കഴിഞ്ഞ ദിവസം വളരെയധികം ചർച്ച ചെയ്ത എൻ്റെ തന്ത എന്നെ വിളിച്ച് പൊരിപ്പിച്ചു എന്ന് പറഞ്ഞ വാക്ക്. ദേ ഇപ്പോൾ ജാസ്മിൻ, അപ്സര, അർജുൻ, ശ്രീതു, ഗബ്രി ഇവരെല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് ഒരു ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയിടയിൽ ഗബ്രി പറയുകയാണ് ശ്രീതുവിനെ കുറിച്ച്, ഇവളെ ഞാൻ എൻ്റെ ഒരു സിസ്റ്ററെ പോലെയാണ് കാണുന്നത്, എൻ്റെ സിസ്റ്ററെ പോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്ന്. അത് കേട്ടപ്പോൾ ശ്രീതുവിന്റെ പ്രതികരണം ശരിയാണ്, എന്നോട് ഗബ്രി അങ്ങനെ പറഞ്ഞിരുന്നു, തൻ്റെ ഒരു ഇളയ സഹോദരിയെ പോലെയാണ് എന്നെ കാണുന്നത് എന്ന്. ഇതങ്ങോട്ട് കേൾക്കുകയും വീണ്ടും വിചാരമില്ലാത്ത ജാസ്മിന്റെ നാവിൽ നിന്നും ഒരു വാക്ക് വന്നു വീഴുകയാണ്, ഇവൻ എന്നോടും ഇത് തന്നെയായിരുന്നു ആദ്യമേ പറഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ ജാസ്മിനെയും ഗബ്രി ഒരു സിസ്റ്ററെ പോലെ തന്നെയാണ് കണ്ടിരുന്നത് എന്ന്. അതങ്ങോട്ട് പറഞ്ഞു വായിൽ നാക്കിടുന്നതിന് മുമ്പ് ജാസ്മിനെ അടപടലം തകർത്തുകൊണ്ട് അർജുന്റെ ഒരു ചോദ്യം, അപ്പോ ഇപ്പൊ അങ്ങനെയല്ല എന്നാണോ ഈ പറഞ്ഞു വരുന്നത്? സത്യത്തിൽ ജാസ്മിൻ വിളറിപ്പോയി കേട്ടോ. ഈ ചൊക്കൻ ആപ്പിൽ വീണു എന്നൊക്കെ പറയുന്നത് പോലെ വല്ലാത്തൊരടി തലയ്ക്ക് കിട്ടിയതുപോലെ ജാസ്മിൻ വിളറിയിരുന്നു പോയി. ഒറ്റ നിമിഷത്തെ മൗനത്തിന് ശേഷം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ജാസ്മിൻ പെട്ടെന്ന് പറയുകയാണ്, ഞങ്ങൾ സിസ്റ്ററും ബ്രദറും ഒന്നും അല്ലടാ, ഞങ്ങൾ കട്ട ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ. അത് ജാസ്മിൻ പറയുന്ന സമയത്ത് ബിഗ് ബോസ് ഓരോരുത്തരുടെയും മുഖം പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനോടുള്ള ഓരോരുത്തരുടെയും പ്രതികരണം ഒരു പ്രത്യേക മുഖഭാവത്തോടു കൂടിയായിരുന്നു. എന്താ പറയുക, നമ്മൾ ഈ പുച്ഛം, നീരസം, അമർഷം, സങ്കടം ഒക്കെ മുഖത്ത് കാണിക്കുന്നത് പോലെയുള്ള ഒരു പ്രത്യേക ഒരാക്കിയുള്ള മുഖഭാവം പല ആൾക്കാരും പരസ്പരം കണ്ണിൽ നോക്കുന്നു. വല്ലാത്തൊരു കോടിയ ചിരിയൊക്കെ ചെറുതായിട്ട് പല മുഖങ്ങളിൽ നിന്നും വരുന്നു. എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നത് എൻ്റെ സിസ്റ്ററാണെന്നാണ്, അപ്പോൾ ഇപ്പോൾ എന്താണ് എന്നുള്ള ചോദ്യം അവിടെ വ്യക്തമായി വരികയാണ്. ശരിക്കും ജാസ്മിൻ പെട്ട് കേട്ടോ. ജാസ്മിൻ ഈ പറയുന്നതിനകത്തൊന്നും ഒരു യാഥാർത്ഥ്യവും ഇല്ല എന്നുള്ള കാര്യം ആ വീട്ടുകാർക്കറിയാം. മാത്രവുമല്ല ഈ ഷോ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നമുക്കും നല്ല ധാരണ ഇതിനെക്കുറിച്ചുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ജാസ്മിനും റസ്മിനും ഒക്കെ ആയിട്ട് ഗബ്രി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ആ സംസാര സമയത്ത് കഴിഞ്ഞ ദിവസം ഗബ്രിയെ പുറത്താക്കുന്ന ആ സാഹചര്യമാണ്. അതായത് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ലാലേട്ടൻ അവരെ പുറത്താക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വൈകാരിക വിക്ഷോഭമൊക്കെ ആയിരുന്നു ആ വീട്ടിൽ നടന്നത്. ഉടനെ ജാസ്മിൻ ഓടിച്ചെല്ലുന്നു, ഗബ്രി കെട്ടിപ്പിടിക്കുന്നു, എന്നിട്ട് വീട്ടിൽ ചെന്ന ഉടൻ തന്നെ ഉമ്മായെ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പെട്ടെന്നൊന്ന് റിവൈൻഡ് ചെയ്ത് സംസാരിക്കുകയാണ്. റസ്മിനാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ അതിൻ്റെ ഭാവനയിൽ ഇങ്ങനെ കാണുകയായിരുന്നു, ഇവിടുന്ന് വീട്ടിലേക്ക് പോകുന്നതും നാട്ടിൽ ചെന്നതിന് ശേഷം പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും നടപ്പാക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വീണ്ടും പെട്ടെന്ന് ജാസ്മിൻ ഇടയ്ക്ക് കയറി പറയുകയാണ്, അതെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും പല കാര്യങ്ങളും അവൻ നാട്ടിൽ പ്ലാൻ ചെയ്തെല്ലാം റെഡിയാക്കി വെക്കും, എന്നിട്ടാണ് ഞങ്ങളുടെ കല്യാണം. എന്നിട്ട് ഗബ്രിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഗബ്രി ഇങ്ങനെ ഓറിച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പരിഹാസത്തോടെ അയ്യടാ മോനെ എന്ന് പറഞ്ഞ് ഗബ്രിയെ കളിയാക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അവനങ്ങ് ഓസ്ട്രേലിയക്കൊക്കെ പോകാൻ വേണ്ടി ഇരിക്കുകയല്ലേ. അപ്പോൾ ഗബ്രി പെട്ടെന്ന് കയറി പറയുകയാണ്, അതെ ഓസ്ട്രേലിയക്ക് നിന്നെയും കൊണ്ടായിരിക്കും ഞാൻ പോകുന്നത്. കളിയാക്കിക്കൊണ്ടാണെങ്കിലും എന്നിട്ട് വേണം ഞങ്ങൾ തമ്മിലുള്ള കല്യാണം എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ഇത് സിസ്റ്റർ ബ്രദർ ആ ബന്ധം തന്നെയാണോ? അങ്ങനെയുള്ള ആൾക്കാരായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ലായിരുന്നല്ലോ. ഒരു പക്ഷേ ജാസ്മിന് അങ്ങോട്ട് ഈ പ്രണയവും മാങ്ങാത്തുലിയും ഒന്നും കാണില്ലായിരിക്കും. എന്നാൽ ഗബ്രിക്ക് നല്ല കടുത്ത പ്രണയം തന്നെയാണ് മനസ്സിനകത്തുള്ളത്. അതൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുമുണ്ട്, ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ എക്സ്പ്രഷൻസ് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത്. എന്തായാലും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്ന ആൾക്കാരെ തിരുത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പണി എരന്നു വാങ്ങുകയും കൂടി ചെയ്യുകയാണ്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.